നമുക്ക് ഇന്നത്തെ ലഞ്ച് നോക്കും. അധികം ഐറ്റംസ് ഒന്നുമില്ല. ന്യൂട്രേല ഫ്രൈ, ഉള്ളിപ്പിണ്ടി ഒഴിച്ചുകറി, പപ്പടം, അച്ചാറ് അത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഈ കർക്കിടക മാസത്തിലെ നമുക്ക് നോൺ വെജ് കുറച്ച് ദിവസത്തേക്ക് കഴിക്കാൻ പാടില്ല. അപ്പം അതിന് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. അപ്പം അത് കാരണം കൊണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കിയത് നോക്കണ്ടേ നമുക്ക്. പരിപ്പ് കുതിർത്തി വെച്ചതാട്ടോ. പരിപ്പ് ഇട്ടു. ഇതാ ഉണ്ണിപ്പിണ്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉണ്ണിപ്പിണ്ടി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, വാഴപ്പിണ്ടി. അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് അതിലിട്ടു. എന്നിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് നല്ലോണം വൃത്തിയാക്കി കഴുകിയതാ. അതിൽ വെള്ളം ഒഴിച്ച് എന്നിട്ട് ഇത്തിരി ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ഇടുക കേട്ടോ. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇടുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് അതിനെ വേവിക്കുക. അപ്പോൾ എളുപ്പം വെന്ത് കിട്ടും. ഇത് സോയാ ചങ്ക്സ് ആണ്. സോയാ ചങ്ക്സ് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഉള്ളി സബോള 2 അരിഞ്ഞത് ഇട്ടു. നല്ലോണം വഴറ്റണം കേട്ടോ. സോയ ചങ്ക്സ് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഈ കർക്കിടക മാസത്തിൽ ഇപ്പോൾ വളരെ നല്ലതാണ്. നോൺ വെജ് ഒന്നും യൂസ് ചെയ്യാത്തവർക്ക് സോയ ചങ്ക്സ് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ എല്ലാവരും. ഉപ്പിട്ടു. ഉള്ളി നല്ലോണം വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ഇട്ടു. അത് കഴിഞ്ഞ് ഇളക്കുക. നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ടിരിക്കണം. സോയ ചങ്കിൽ കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ഇട്ടാൽ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചോളൂ. എന്താ കാരണം വെച്ചാൽ സോയ ചങ്ക് നല്ല ടേസ്റ്റ് വരണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കേണ്ടത്. നല്ലപോലെ വേവിച്ച് കഴുകി പിഴിഞ്ഞെടുക്കണം കേട്ടോ സോയ ചങ്ക്സ്. നല്ലപോലെ നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഉള്ളി മൂത്തപ്പോൾ എന്ത് ചെയ്ത് വെച്ചെങ്കിൽ ഉള്ളി നല്ലോണം വഴന്ന് വന്നാൽ എന്ത് ചെയ്യണം, അതിൽ തക്കാളി ഇടണം. തക്കാളി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കണം. തക്കാളി ഇട്ട് ഇളക്കണം. ഇളക്കി ഒരേ നല്ല പാകമാവണം. തക്കാളി ഇട്ട് ഇളക്കി പാകമാവണം. അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല അതൊക്കെ ഓരോ ടീസ്പൂണ് ചേർത്തു കേട്ടോ. ഗരം മസാല 1/2 ടീസ്പൂണേ വേണ്ടു. മല്ലിപ്പൊടി 1 ടീസ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണ്. പോരെങ്കിൽ മുളക് അത്യാവശ്യമുള്ളവർ കൂടുതൽ ചേർത്തോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം വെച്ചെങ്കിൽ ഇതെല്ലാം കൂടി തക്കാളി ഇട്ട് നല്ലപോലെ വഴറ്റണം. തക്കാളിയുടെ ആ പച്ചച്ചോയ മാറണം. അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. തീയോ അധികം ഉണ്ടെങ്കിൽ കുറച്ച് നമുക്ക് നല്ല ഭംഗി വന്നു. നല്ല മസാല തയ്യാറായി. അതിൽ കുറച്ച് കുരുമുളക് പൊടി, ഇത്തിരി ജീരകപ്പൊടി, അതായത് പെരുംജീരകപ്പൊടി, അതുപോലെ കുറച്ച് ആ പൊടികളൊക്കെ ഇടുക കേട്ടോ. പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി ഇടുക. സോയ ചങ്ക്സിന് കുരുമുളക് പൊടി വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ഇട്ടു. അത് കഴിഞ്ഞ് സോയ ചങ്ക്സ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് അതിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കണ പോലെ ഇരിക്കും. എല്ലാം മസാല എല്ലായിടത്തും എത്തണം. അതിന് വേണ്ടിയിട്ടുള്ള നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്ത് നല്ല പാകമാകുമ്പോൾ നല്ല പാകമായി വരുന്നുണ്ട്. ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ വേറൊരു സാധനം ഞാൻ ചേർക്കാൻ പോവുകയാണ്. എന്താ നോക്കൂ, കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിട്ടോ. എന്നിട്ട് അതിനെ വഴറ്റി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് വരും. ഉഗ്ര ടേസ്റ്റ് ആയിട്ടാണ് വരുന്നത്. നല്ല സ്വാദുണ്ടാവും. അതിന് വേണ്ടിയാണ് തേങ്ങാപ്പാൽ ഒഴിച്ചത് കേട്ടോ. തേങ്ങാപ്പാലിൽ ന്യൂട്രേല കുട്ടന്മാർ കളിക്കണം. അവർ നല്ലോണം വഴറ്റിയെടുത്തു. അത് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ടു. മല്ലിയുടെ ഇല ഉണ്ടെങ്കിൽ മല്ലിയുടെ ഇല ഇടാം. അങ്ങനെ എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഇടാം. എക്സ്ട്രാ ഉള്ളി വേണമെങ്കിൽ ഉള്ളി ഇടാം. അങ്ങനെ അത് കലായി കേട്ടോ. ഇനിയിപ്പോൾ നോക്കൂ, ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചു. 2 കടുക് പൊട്ടിച്ചു. 2 മണി കടുക് ഇട്ടു. അത് കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് കുറച്ചിട്ടു. അസലായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ കടുക് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു ഉള്ളി അരിഞ്ഞിടുക. ഉള്ളി അരിയാൻ എന്താ വെച്ചാൽ അത് ഉള്ളി മൂപ്പിക്കണം. ഉള്ളി ശരിക്കും മൂപ്പിച്ച് എടുക്കണം നമുക്ക്. പക്ഷെ ഇത് സബോള അരിയണേ ഉള്ളൂ. അരിഞ്ഞിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു ബ്രൗൺ കളറാവുമ്പോൾ എന്ത് ചെയ്യണം, അതിൽ ഉണ്ണിപ്പിണ്ടി വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഉണ്ണിപ്പിണ്ടി പരിപ്പ് കൂടി വേവിച്ച് വെച്ചിട്ടുള്ളത് ഒഴിച്ചു. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. കുറച്ച് നാളികേരം കുറച്ചേ വേണ്ടൂ. അത് അരച്ചത് അതിൽ ഒഴിച്ച് വെച്ചോളൂ കേട്ടോ. അതിരുന്ന് കലാവട്ടെ. എന്നിട്ട് ആ കൂട്ടാൻ വാങ്ങി വയ്ക്കാം. അത് ഇന്ന് ലഞ്ചൊക്കെ കലായി. നമുക്ക് നമ്മുടെ ലഞ്ച് തയ്യാറാണ്. വളരെ ടേസ്റ്റുള്ള സോയ ചങ്ക അടക്കം എല്ലാം അത് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതും പിന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കണം. എളുപ്പത്തിൽ കലായി ചോറും ഉണ്ണിപ്പിണ്ടി കറിയും സോയാബീനും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.